തപസ്സുകാലത്ത് കുറച്ചധികം ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞു. ഇനി 2 ദിവസത്തിനകം വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തിനാണ് ഇത്രയധികം ചിന്തകൾ? ഒരുപാട് ചിന്തകളും അറിവുകളും ഒന്നും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നില്ല. എന്നിട്ടും ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് ചിന്തകൾക്ക് വേണ്ടിയിട്ടല്ല. ആ ചിന്തകളുടെ വഞ്ചി തുഴഞ്ഞ് ക്രിസ്തുവിന്റെ അടുത്തെത്താനാണ്. ക്രിസ്തുവുമായി ഒന്നാകുന്ന ഒരു ജീവിതത്തിന് നമ്മളെ പ്രേരിപ്പിക്കാനാണ്. ബൈബിൾ പഠിക്കുന്നവരോടൊക്കെ യേശു ക്രിസ്തു ഒരു വലിയ സങ്കടം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യത്തിൽ, നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നിട്ടും എന്റെ അടുക്കൽ വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. ഈശോയുടെ ആ മഹാസങ്കടം നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് വചനങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ, ധ്യാനങ്ങൾ, പലതരം ധ്യാനങ്ങൾ, ഇങ്ങനെ നമ്മൾ സത്യത്തിൽ ധ്യാനിച്ചും ചിന്തിച്ചും പഠിച്ചും വഞ്ചി തുഴഞ്ഞ് അകന്നു പോവുകയാണോ? സത്യത്തിൽ ഇതൊക്കെ ക്രിസ്തുവിലേക്കുള്ളൊരു യാത്രയ്ക്കാണ്. ആ ഒരു സങ്കടം മനസ്സിലാക്കണം. ഒരു കൊച്ചു കഥ പറഞ്ഞാൽ വേഗം അത് തിരിച്ചറിയാൻ പറ്റും. ഒരു കൊച്ചുകുട്ടി രാത്രിയാകുമ്പോൾ അപ്പനോട് വന്ന് പറയുന്നു, അപ്പാ ഒരു കഥ പറഞ്ഞതാ. അപ്പം പറഞ്ഞു, എനിക്ക് വലിയ കഥയൊന്നും അറിയത്തില്ല. കുഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പം അറിയാവുന്ന ഒരേ ഒരു കഥ, അത് കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി അപ്പൻ പറഞ്ഞു കൊടുത്തു. ആ കഥ കേട്ട് കുഞ്ഞുറങ്ങി. 2-ാം ദിവസവും കൊച്ചു പറഞ്ഞു, അപ്പ കഥ പറഞ്ഞതാ. അപ്പം പറഞ്ഞ്, എനിക്ക് ഇന്നലെ പറഞ്ഞ ഒറ്റ കഥയെ അറിയാവും. കൊച്ചു പറഞ്ഞു, അത് മതി. അങ്ങനെ 2-ാം ദിവസവും അപ്പന്റെ മടിയിലിരുന്ന് കഥ കേട്ട് കുഞ്ഞുറങ്ങി. 3-ാം ദിവസവും കൊച്ചു ഓടി വന്നു, അപ്പ കഥ പറ. അപ്പം പറഞ്ഞു, എനിക്ക് ഇന്നലെയും മെനഞ്ഞാന്നും പറഞ്ഞ ഒറ്റ കഥയെ അറിയാവൂ. കൊച്ചു പറഞ്ഞു, അത് മതി. അങ്ങനെ 3-ാം ദിവസവും മടിയിലിരുത്തി കഥ പറയും, കഥ കേട്ട് കുഞ്ഞുറങ്ങും. 4-ാം ദിവസവും 5-ാം ദിവസവും ഒക്കെ കൊച്ചിന് ഇത് തന്നെ പരിപാടി. ഒരേ കഥ കേട്ട് അപ്പന്റെ മടിയിൽ നിന്ന് ഉറങ്ങുക. അവസാനം അപ്പന് ഈ ഒരേ കഥ പറഞ്ഞ് ബോറടിച്ചു. അപ്പൻ ആ കഥ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മൊബൈലിൽ കൂടെ കേട്ടോടാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കൊച്ചു മൊബൈലിൽ കൂടെ കഥ കേട്ടു. കഥ പകുതിയായപ്പോൾ തന്നെ കൊച്ചിന് ബോറടിച്ചു. കൊച്ചി ഇഷ്ടപ്പെടാതെ മൊബൈൽ എടുത്തെറിഞ്ഞു. അപ്പന് ദേഷ്യം വന്നു. അപ്പൻ പറഞ്ഞു, എനിക്ക് ആ ഒറ്റ കഥ അറിയാവുള്ളെന്ന് പലതവണ പറഞ്ഞതാ. എന്നിട്ട് അത് മതിയെന്ന് പറഞ്ഞിട്ടാ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ടെന്തിനാ ഈ പണി കാണിച്ചത്? കൊച്ചിനും വന്നു ദേഷ്യം. കൊച്ചു പറഞ്ഞു, അതെ, ഈ മൊബൈലിൽ കൂടെ എനിക്ക് കഥ കേൾക്കാനേ പറ്റൂ, അതിന്റെ മടിയിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അപ്പന്റെ മടിയിലിരുന്ന് കഥ കേൾക്കണം. നമ്മൾ കേൾക്കുന്ന കഥകളല്ല കാര്യം. ഈ കഥകൾക്ക് കാര്യമുണ്ടാകുന്നത് കഥ പറഞ്ഞവന്റെ മടിയിലിരുന്ന് കേൾക്കുമ്പോഴാണ്. ക്രിസ്തുവിൽ നിന്ന് മാറിയിരുന്ന് കഥ കേട്ടും ധ്യാനിച്ചും നമ്മൾ ക്രിസ്തുവിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ക്രിസ്തുവിനെ കുറിച്ച് കേട്ടും പറഞ്ഞും പാടിയും നമ്മൾ നടക്കുകയാണ്. കഥ പറഞ്ഞ ക്രിസ്തുവിന്റെ മടിയിലിരിക്കുക, അവന്റെ നെഞ്ചോട് ചേർന്നിരിക്കുക, അവന്റെ ഹൃദയത്തിൽ മറയുവോളം. അതാണ് ഈ കഥകളിലൂടെ, ഈ കാര്യങ്ങളിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നത്. ഈ കാലം കഥകൾക്കുള്ള കാലമല്ല, കഥകളിലൂടെ അവന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു കാലമാണ്. നന്ദി.